ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ബുധനാഴ്ചയും 10 ചോദ്യങ്ങളടങ്ങിയ GK ക്വിസ് വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. ഈ ആഴ്ചത്തെ GK ക്വിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ GK ക്വിസ് ആണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ആഴ്ചയിലെയും GK ക്വിസിൽ നിന്ന് വിഭിന്നമായി എല്ലാ ചോദ്യങ്ങളിലും ഒരു ചിത്രം നൽകിയിട്ടുണ്ടാവും. അത് തിരിച്ചറിയുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. കൂടാതെ ഒരു കമൻറ്റ് ക്വസ്റ്റ്യൻ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ലോഗോ എന്തിൻ്റെ ആണ്? ഉത്തരം എയർ ഇന്ത്യ. അധിക വിവരങ്ങൾ. 1932 ടാറ്റ എയർലൈൻസ് എന്ന പേരിൽ ആരംഭിച്ചു. ആപ്തവാക്യം യുവർ പ്ലേസ് ഇൻ ദ സ്കൈ. 2. ചിത്രത്തിൽ തന്നിരിക്കുന്ന ബ്രസീലിയൻ ഫുട്ബോൾ താരത്തിന് ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരുമായാണ് സാമ്യമുള്ളത്? ഉത്തരം മഹാത്മാഗാന്ധി. അധിക വിവരങ്ങൾ. മുഴുവൻ പേര് മഹാത്മാഗാന്ധി ഹെർബർട്ട് പിയോ മാറ്റോസ് പയസ്. അറ്റ്ലാന്റിക് ക്ലബ് ഗിയോനിയൻസിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. 3. ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അധിക വിവരങ്ങൾ. മെക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് അൽ ഹിലാൽ. അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. 4. ചിത്രത്തിലെ സ്മാരകം തിരിച്ചറിയുക. ഉത്തരം ഇന്ത്യ ഗേറ്റ്. അധിക വിവരങ്ങൾ. ആർക്ക് ഡി ട്രയംഫിൻ്റെ ക്രിയേറ്റീവ് പുനർനിർമ്മാണം എന്ന് വിശേഷിപ്പിച്ച ഈ സ്മാരകത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ച ശില്പിക്ക് തൻ്റെ അച്ഛൻ്റെ സുഹൃത്തും ചിത്രകാരനുമായ എഡ്വിൻ ഹെൻറി ലാൻസീറിൻ്റെ സ്മരണാർത്ഥമാണ് പേര് ലഭിച്ചത്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹി രൂപകൽപ്പന ചെയ്ത എഡ്വിൻ ലൂട്ടസ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണമടഞ്ഞ 80,000 പട്ടാളക്കാരുടെയും 1919 അഫ്ഗാൻ യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെയും ഓർമ്മയ്ക്ക് ബ്രിട്ടീഷുകാർ പണിത സ്മാരകം. രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ആദ്യ നാമം അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി 1972 ജനുവരി 26 ഇന്ദിരാഗാന്ധിയാണ് അമർ ജവാൻ ജ്യോതി എന്ന ദീപ്തി ഇതിനുള്ളിൽ സ്ഥാപിച്ചത്. 5. ഇത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ്? ഉത്തരം നേപ്പാൾ. അധിക വിവരങ്ങൾ. നേപ്പാളിൻ്റെ പതാക ചതുഷ്കോണം അല്ലാത്ത ലോകത്തിലെ ഒരേയൊരു പതാകയാണ്. 2 ത്രികോണ രൂപങ്ങൾ ചേർന്ന രൂപമാണ് പതാകയ്ക്കുള്ളത്. 1962 ഡിസംബർ 16 പുതിയ ഭരണഘടന അനുസരിച്ചുള്ള ഭരണകൂടം നിലവിൽ വന്നപ്പോഴാണ് പതാക സ്വീകരിക്കപ്പെട്ടത്. 6. ഇത് ആരെക്കുറിച്ചുള്ള കാർട്ടൂണാണ്? ഉത്തരം കമല ഹാരിസ്. അധിക വിവരങ്ങൾ. നിലവിലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പദവിയിൽ എത്തുന്ന ആദ്യ വനിത, ആദ്യ ഏഷ്യൻ അമേരിക്കൻ, ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ എന്നീ വിശേഷണങ്ങൾക്ക് ഉടമ. രാഷ്ട്രീയ പാർട്ടി ഡെമോക്രാറ്റിക്. 7. ഈ ബാർബി ആരുടെ മാതൃകയിൽ നിർമ്മിച്ചതാണ്? ഉത്തരം മാനസി ജോഷി. അധിക വിവരങ്ങൾ.
ഒരു ഇന്ത്യൻ പാരാ ബാഡ്മിൻ്റൺ താരമാണ് മാനസി ജോഷി. 2015 മുതലാണ് മാനസി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തുടങ്ങിയത്. 2015 നടന്ന പാരാ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വുമൺ സിംഗിൾസിൽ സിൽവർ മെഡൽ സ്വന്തമാക്കി. മാനസി ജോഷി ഇത്തരത്തിൽ ഒരാളുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെടുന്ന ബാർബി പാവ ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ കായിക താരമാണ്. ഒന്നാമത് ദീപ കർമാകർ. 8. ചാൾസ് ഡിക്കൻസ് രചിച്ച ഏത് നോവലാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന 2 തലസ്ഥാന നഗരങ്ങളുടെ കഥ പറയുന്നത്? ഉത്തരം എ ടെയിൽ ഓഫ് 2 സിറ്റീസ്. അധിക വിവരങ്ങൾ: ലണ്ടൻ, പാരീസ് എന്നീ തലസ്ഥാന നഗരങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണിത്. 9. മനുഷ്യ ശരീരത്തിലെ എ എന്ന ഭാഗം നാമകരണം ചെയ്തിരിക്കുന്നത് ബി എന്ന വ്യക്തിയുടെ പേരിലാണ്. എയും ബിയും തിരിച്ചറിയുക. ഉത്തരം എ ഡാർവിൻസ് ട്യൂബർക്കിൾ, ബി ചാൾസ് ഡാർവിൻ. അധിക വിവരങ്ങൾ: ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച കപ്പലാണ് HMS ബീഗിൾ. ചാൾസ് ഡാർവിൻ ജനിച്ച 1809 ഫെബ്രുവരി 12 തന്നെ ജനിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയായ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് പ്രസിദ്ധീകരിച്ചത് 1859 നവംബർ 24-നാണ്. അതിനാൽ നവംബർ 24 പരിണാമ ദിനമായി ആചരിക്കുന്നു. 10. ചിത്രത്തിലെ വ്യക്തിയാണ് ഓസ്കാർ പുരസ്കാരം ഓണററി ആയി ലഭിച്ച ആദ്യ ഭാരതീയൻ. ആരാണ് ഇദ്ദേഹം? ഉത്തരം സത്യജിത് റേ. അധിക വിവരങ്ങൾ: 1954 ആരംഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ കവർ ഡിസൈൻ ചെയ്തു. ജിം കോർബറ്റിൻ്റെ മാൻ ഈറ്റേഴ്സ് ഓഫ് കുമയൂൺ എന്ന ഗ്രന്ഥത്തിൻ്റെ കവർ ഡിസൈൻ ചെയ്തു. രൂപ പബ്ലിഷേഴ്സ്, വിൽസ് തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ ലോഗോ രൂപകൽപ്പന ചെയ്തു. ഇവ രൂപകൽപ്പന ചെയ്തത് ചിത്രത്തിൽ തന്നിരിക്കുന്നവ രൂപകൽപ്പന ചെയ്തത് സത്യജിത് റേ ആണ്. അടുത്തത് കമൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയുക. ഇനി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്ന മന്ദിരം അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചു. 1913 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഗീതാഞ്ജലി, ഗോറ എന്നിവ പ്രധാന കൃതികൾ. ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യൂ. Thank you for watching. Please subscribe us.